സർവാധിപതിയും സർവശക്തനും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനുമായ സർവേശ്വര, ഈ പ്രഭാതത്തിൽ നിന്റെ മക്കൾ അങ്ങയുടെ തൃപ്പാദത്തിൽ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി ഞങ്ങളെ തൃക്കൺ പാർക്കണമേ, ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെയും ആയുസ്സിനെയും കുറിച്ച് ബോധവാന്മാരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹീതരെ. 39-ാം സങ്കീർത്തനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1-ാം വാക്യത്തിൽ, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേഗം ഓടിയെത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ്. പ്രിയ ശിഷ്യന്മാരോട് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. വിശുദ്ധ മത്തായി 10:16. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് സങ്കീർത്തനക്കാരൻ പാടുന്നതും നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നതും. നമ്മുടെ നാവ് നിയന്ത്രിക്കേണ്ടതിൻ്റെ, ചിന്തയെ നിയന്ത്രിക്കേണ്ടതിൻ്റെ, ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. താഴേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ ക്ഷണികത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നാം എത്ര സദാസ്കാരങ്ങൾ പങ്കെടുത്താലും നാമും ഒരിക്കൽ ഇതുപോലെ മറ്റുള്ളവരാൽ യാത്ര അയക്കപ്പെടേണ്ടതാണെന്ന് നാം ചിന്തിക്കാറില്ല. നാം ഇങ്ങോട്ട് വന്നത് നാം അറിയാതെയാണ്, മടങ്ങിപ്പോകുന്നതും അതുപോലെ തന്നെ. ഇതൊരു വിലാപകാവ്യമാണെങ്കിലും മരണത്തെ മുന്നിൽ കാണുന്ന അഥവാ കാട്ടിത്തരുന്ന, ആയുസ്സിന്റെ അനിശ്ചിതത്വത്തെ പറ്റി ബോധ്യപ്പെടുത്തി തരുന്ന, ജീവിതാന്ത്യം ഓരോരുത്തർക്കും ദർശിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ കാവ്യശില്പമാണിത്. ഇത് ഒരു പക്ഷേ ദാവീദ് തനിക്ക് വളരെ അടുപ്പമുള്ള ആർക്കെങ്കിലും വേണ്ടി എഴുതിയതാവാം. 2 കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം ഇവിടെ ഒരു പ്രദേശവാസമാണെന്നും അത് പെട്ടെന്ന് തീർന്നു പോകുമെന്നും ലോകമോഹങ്ങളിൽ ഒരു പരിധി വിട്ട് ഇമ്പപ്പെടുന്നത് നല്ലതല്ലെന്നും ഓർക്കണം. 2, നമ്മുടെ ജീവിതം ശ്രദ്ധയോടെ നയിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. സ്വർഗീയനായ നാഥ, ഞങ്ങളുടെ നാവിനെയും അതരത്തെയും നിയന്ത്രിക്കുവാൻ പഠിപ്പിക്കണമേ. 4 വിരൽ നീളമുള്ള ഒരു ക്ഷണിക ജീവിതമാണെന്ന് ബോധ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ധനസമ്പാദനവും മറ്റും അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർഗീയനാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ അപേക്ഷ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് നീ മിണ്ടാതിരിക്കരുത്. എല്ലാവരും വീക്ഷിക്കുന്നവർക്കും സഹായമില്ലാത്തവർക്കും നീ മാത്രമേ തുണയായിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായിരിക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും കരുണയും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.